ഉച്ചയ്ക്ക് മുമ്പായിട്ടാവും. ഈ മുഖ്യമന്ത്രി തീരുമാനമായിട്ടുണ്ടോ? നിയുക്ത മുഖ്യമന്ത്രി തീരുമാനിക്കും. സർവീസ് സനൂപ് ചേരുന്നു വിവരങ്ങളുമായി. സനൂപ്, ഈ സണ്ണി ജോസഫ് പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കോൺഗ്രസിലെ പട്ടികയൊക്കെ തയ്യാറാവുമെന്നാണ്. ആവുമോ? നിർണായകമായിട്ടുള്ള ചർച്ചകൾ KPCCയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അജിംസ്. അതിൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പങ്കെടുക്കുന്നുണ്ട്, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു ഇന്ന് 2 മണിയോടെ ഗവർണറെ കണ്ട് മന്ത്രിമാരുടെ ലിസ്റ്റ് കൈമാറുമെന്നുള്ള കാര്യം. വകുപ്പുകൾ അതിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നുമായിട്ടില്ല. വകുപ്പുകൾ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാലും തീരുമാനിക്കാമല്ലോ എന്നാണ് സണ്ണി ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കിയത്. അതിനർത്ഥം ഇപ്പോഴും തർക്കം തുടരുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ആ വാക്കുകളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്നുണ്ട്. അല്പസമയം മുമ്പാണ് T സിദ്ദിഖ് ഇവിടെ എത്തിയത്. അതേപോലെ M വിൻസെന്റ് എത്തിയിട്ടുണ്ട്, N ശക്തൻ ഉൾപ്പെടെയുള്ളവർ KPCCയിൽ എത്തിയിട്ടുണ്ട്. അജിംസ്, നിർണായകമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന നേതാക്കളൊക്കെ തന്നെ KPCCയിലേക്ക് വരുന്നുണ്ട്. M വിൻസെന്റ് വന്നിരുന്നു, N ശക്തൻ വന്നിരുന്നു, T സിദ്ദിഖ് ഒക്കെ തന്നെ വന്നിരുന്നു. വയനാട് നിന്ന് ഒരു മന്ത്രി വേണമെന്നുള്ള ഒരു ആവശ്യം IC ബാലകൃഷ്ണൻ ഇന്നലെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വയനാടിന് ഒരു പ്രാതിനിധ്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ വയനാട് നിന്ന് ഒരുപക്ഷെ മന്ത്രി ആവണമെങ്കിൽ അത് T സിദ്ദിഖ് ആയിരിക്കുമോ IC ബാലകൃഷ്ണൻ ആയിരിക്കുമോ എന്നുള്ള ചർച്ചകൾ തുടരുകയാണ്. വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷിയുമായിട്ടുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. അതേപോലെ തന്നെ ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ തന്നെ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ തന്നെ ചർച്ചകൾ പൂർത്തിയാവുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാവുന്ന മുറയ്ക്ക് തന്നെ ഘടകകക്ഷികൾ കൂടി KPCCയിൽ എത്തി ചർച്ചകൾ നടത്തുമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. PJ ജോസഫ് അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. ഈ 2 മന്ത്രിസ്ഥാനം വേണമെന്ന കാര്യത്തിൽ അവരൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വകുപ്പുകളുടെ കാര്യത്തിലും വലിയ വ്യക്തതയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഗവർണർക്ക് കൊടുക്കാൻ പോകുന്ന ഈ മന്ത്രിമാരുടെ ലിസ്റ്റിൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. അത് ഉണ്ടാവാനുള്ള സാധ്യത കുറവെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം സത്യപ്രതിജ്ഞ കഴിഞ്ഞാലും വകുപ്പുകൾ അതിന്റെ മുറയ്ക്ക് അറിയിച്ചാൽ പോരെ എന്നൊക്കെയുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നത്. അപ്പം ആ രീതിയിൽ ഇപ്പോഴും തർക്കം തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറെക്കുറെ 8 പേരോളം മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ പേരുകൾ പുറത്തു വന്നതുമാണ്, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും. ഇനി ബാക്കിയുള്ള സീറ്റിലാണ് നേതാക്കളുടെ ആഗ്രഹത്തോടെ ഈ പറയുന്ന MLA മാരെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കാൻ